ഓലത്തുമ്പത്തിരുന്നു ഉയ്യലാടും ചെല്ല പൈകിളി പർപ്പിൾ വണ്ടി ഇത് നമ്മന്റെ സ്വന്തമാണ്. ഗുഡ് മോർണിംഗ്. ഇവിടെ നമുക്ക് രാവിലെ കുറച്ച് പണി കിട്ടിയ അപ്പം എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല ഗൈസ്, മമ്മിക്ക് നമുക്ക് ഇവിടെ സോയാ ചങ്ക്സ് ഒക്കെ ടേസ്റ്റിയാണ്. പപ്പ തവ ഇത് ഇതിന്ന് മാറ്റി പുറത്തേക്ക് റോട്ടിന്ന് മാറ്റാം. മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ഉടനെ വരും. എന്നിട്ട് മറച്ചിട്ട് തിരിച്ചു വെച്ചു. നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങനെ കുഴപ്പമുള്ള ഒരു ഇതാണെങ്കിൽ ഞാൻ എന്റെ സോയാ ചങ്ക്സ് തരാം. അതെന്താ കഴിച്ചാല് ഇഡലി അതുപോലെ തന്നെയല്ലേ, കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയത് അതുപോലെ തന്നെ സോയാ ചങ്ക്സ്. ആടാ നല്ല ഹൈ പ്രോട്ടീനാ. ഞാൻ ഇവിടെ 1 കിലോ മേടിച്ചു വെച്ചിട്ട് 2 ഉണ്ടാക്കി കഴിക്കും. കണ്ടിട്ട് പക്ഷെ നല്ല യമ്മി തോന്നുന്നുണ്ട്. മണമുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കോഴിക്കട്ട ശരിയാവില്ല, ഉടഞ്ഞു പോണതാണോ ഇത്? നോക്കട്ടെ. ഹായ്, കുറച്ചും കൂടെ മതിയായിരുന്നു. രണ്ടാമത്തെ ഒഴിക്കാൻ പറഞ്ഞത് എങ്ങാനും അടന്നു പോയ പപ്പയുടെ തലയിൽ വരാനുണ്ട്. അറിഞ്ഞില്ലാന്ന് വിചാരിച്ചാ ഇതേ നോക്കി കൊട്ടെല്ലാവരും. വെള്ളം അബ്സോർബ് ആയാ കുറച്ച് ഒഴിക്കണോ? രണ്ടാളും കുറച്ച് എണ്ണയൊക്കെ കുറക്കി. ഒരു ക്രമമുണ്ട്. ഇത് കുറച്ച് ഇരിക്കണം ഗൈസ്. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഇതിനെ കുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടാ? നോക്കട്ടെ. കൊഴപ്പില്ല. ഇത് ഒരുമാതിരി നമ്മള് ഈ കടു വറക്കണ ഒരു കൊഴുക്കട്ടില്ലേ അരിയുടെ, അതുപോലെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിയാണ് കേട്ടോ. പപ്പ കുറച്ച് കട്ടൻ ചായ ഒപ്പം കുടിക്കും, അപ്പൊ യമ്മിയാവും. ഏറ്റവും ലാസ്റ്റ് ബാക്കി വന്ന് എനിക്ക് പറഞ്ഞോ കേട്ടോ, ചെറുത്. അതെ, എനിക്ക് ചെറുത് കാപ്സ് കിട്ടാൻ മാത്രം. പപ്പയ്ക്ക് പോരെണ്ണോ മതിയാ? ഇത്നാ സാർ ഉണ്ടോ? തരൂ മമ്മിയുടെ കേസാകുമ്പോ മമ്മി അതൊക്കെ നല്ലോണം നോക്കൂന്ന് അറിയാം. വിട്ടൊന്നും കൊടുക്കൂല അങ്ങനെ. ചെറ പർപ്പിളൊക്കെ എനിക്കൊരു സിപ്പിട്ടാ. ഓക്കെ ഗൈസ്, ഫൈനലി മൂമെന്റ് ഈസ് ഹിയർ. നമ്മൾ പാപ്പ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കി വെച്ച ഫുൾ കൃഷി എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. ലെറ്റ്സ് ഡു കൃഷി ടൂർ. മമ്മി വരണ്ടാ? ഓക്കെ, ആദ്യം നമുക്ക് കൃഷി കാണാം, പിന്നെ അപ്പുറപ്പുറമുള്ള വേറെ ചെടികളില്ലേ അതും കാണാം. ഓക്കെ, പപ്പയ്ക്ക് വേറെ പണി ഉണ്ടോ? യെസ്, നമ്മൾ പറക്കുകയും ചെയ്യും ഗൈസ്. ഞാനിതൊക്കെ TV-യിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ പറക്കണത്. ഇന്ന് ഞാൻ ലൈവായിട്ട് കാണും ഗൈസ്. ഗെസ് വാട്ട്, ലെറ്റ്സ് ഗോ. ജറ് 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 ജറ്. ഇവിടെ ഗൈസ് തുളസി ഉണ്ട്. ഐ ഗെസ് ദിസ് ഇസ് പാവയ്ക്ക. ഇത് പാവയ്ക്കാന്ന് നോക്കാം. വെയിറ്റ് പപ്പ, ഞാൻ വരണോ? ദേ നോക്കി, ഇവിടെ ആരാണ് ഇരിക്കണേ? ആരായിരിക്കണ ഇവിടെ? നോക്കി പപ്പ പൊട്ടിച്ചാ? അവിടെ തന്നെ ഇരുന്നാ? ഓ, എടുത്തോ. ഓക്കെ, കൂൾ. നെക്സ്റ്റ് ഇവിടെയൊക്കെ വന്നുണ്ട് ട്ടാ. പതുക്കെ. ഇത് ഒരെണ്ണം എത്ര മാസം കൊണ്ടാ പപ്പ ആവണ? 5 दिन में बड़ा हो जाता है. കരുവേപ്പില നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ചെറിയ തൈയായിരുന്നു. മമ്മി വളർത്തി ഇത് ഇത്ര എത്തിച്ചു അതിനെ ഫൈനലി. ബെങ്കൻ വഴുതനങ്ങ ഗൈസ്. ഞാൻ പപ്പ പൊട്ടിച്ചോ? ഞാൻ പറിച്ചു പോവൂലേ?
പപ്പ അക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് പ്രത്യേകിച്ച് വളർത്തിയത്. ആ ഇതെടുക്കും ആയിട്ടില്ല. ഓക്കെ ഓക്കെ. ഹായ് എവിടെ എവിടെ? ആ ഓ വെറൈറ്റി ആണോ അല്ലേ? ആ പല പലതാ. ഇത് ഉണ്ടാ. ഇത് ബുട്ടയാണോ പപ്പ? അല്ല അല്ലേ, കാട്ടയാണ്. പക്ഷെ ഇവിടെ കാട്ടയില്ല. അച്ഛാ അല്ല നമ്മുടെ അവിടത്തെ ഭർത്താ അതല്ലേ? അതല്ല അതെ പച്ച. ഇതെന്താ ഇങ്ങനത്തെ കളറാവണേ? യെല്ലോ. അച്ഛാ ഓ ആക്ച്വലി ബ്രിഞ്ചുള്ള ഒരു ഫ്രൂട്ടാണ് അല്ലേ? മുളക് 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 ബ്രിഞ്ചലാണ് കൂടുതലുള്ളത്. നല്ലോണം ഉണ്ടാവുണ്ട് അത്. കൊറേ പറിച്ചു എക്കത്തിലിടും. ഇവിടെ അമ്മ മെഴുക്കുവരട്ടി, സാമ്പാറ്, പിന്നെ റൊട്ടിക്കുള്ളത് ഡെയിലി എന്തെങ്കിലും. അത് 2 ദിവസം കഴിഞ്ഞിട്ട് വളമിട്ട് കൊടുത്തപ്പോ കായ പിന്നെയും കായ. മുളക് പൂവ് തേർഡ് ടൈമാണ് ഇപ്പൊ. നജർ ന ലഗേ ഇൻകി സിക്കോ നജർ ന ലഗേ. ആ അതെ 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 കണ്ടാ മുളക് നിക്കണ കണ്ട. ഓ മൈ ഗോഡ്. മൂന്നാമത്തെ ടൈമാണ് ഇപ്പൊ അത്. ഇതൊക്കെ മൂത്ത് തുടങ്ങി. ഇരുന്നിട്ടാണോ? ഇതാരാ ചോട്ടു? പച്ചമുളക് ഓ ഇതൊക്കെ അല്ലേ? റെഡ് റെഡ്. ഒളിച്ചിരിക്കാണ് നമ്മന്റെ സ്വർഗം. ഇതെന്താണ്? ബ്രിഞ്ചൽ തന്നെയാ. തേർഡ് ടൈമാണ് ഇപ്പൊ ഇത്. വാവ് അതാണ് ഇങ്ങനത്തെ കളർ. മൂത്ത് പഴുത്ത് വരും. ചുമന്ന കളർ. നൈസ്. ലോട്ട്സ് ഓഫ് പച്ചമുളക്. നമ്മള് മേടിക്കണില്ലല്ലോ. അത് ശരിയാ. മുളക് ആവശ്യമേ. പണ്ട് ഇതൊക്കെ ഒരെണ്ണം ഉണ്ടാവും. എന്തു പാടായിരുന്നു. മുളക് ഇവിടെ നട്ടാ പോലും മുളക്കൂലായിരുന്നു. ഭിണ്ടി മാത്രമേ ഒന്നും ഇല്ല. ഭിണ്ടി ആ ഇതാണല്ലേ ഭിണ്ടിയുടെ ആവണുണ്ട് പതുക്കെ. അപ്പൊ അപ്പൊ ഇതും അതാണോ ഭിണ്ടി? അല്ലല്ലോ ഇത് വഴുതന. രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ. ഇത് വേറെ ചെടി അല്ല പപ്പ. ഭിണ്ടി അപ്പൊ കുറച്ചും കൂടെ 2-3 പോതയും കൂടെ നട്. അത് 2 ഉണ്ടായിരുന്നു പോയി. നിക്കണില്ല. ഹൈറ്റ് വന്നിട്ട് ഉണ്ടാവണില്ല. ഹൈറ്റ് വന്ന ഇവിടെ ഒരെണ്ണത്തില് 5-6 മാത്രോ? ഇതാവുമ്പോ ശിഖരങ്ങളല്ലേ, എല്ലാത്തുമേ കായ പിടിക്കും. ഇങ്ങനെ എല്ലാത്തുമേ. അപ്പൊ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുക്കാം. ഇത് വന്നിപ്പോ കുറച്ച് ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ വരും. കണ്ട ഇതിപ്പോ ചീത്തയൊക്കെ ഏടായി പിടിച്ചില്ലേ. ഇപ്പൊ അപ്പുറം വേറെ ശിഖരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ പറിച്ചതാണ്. കണ്ടോ വെണ്ടയ്ക്ക പറിച്ചതാണ്. അതിന്റെ ഇവിടെ നിന്നൊക്കെ വെണ്ടയ്ക്ക കിട്ടിയതാണ്. നാച്ചുറൽ. അതെ. എവിടെയാ എവിടെയാ? കിളിന്താണ് ഇപ്പോഴേ നല്ല പാകം. അപ്പൊ ആഴ്ച 2 പ്രാവശ്യം കിട്ടുമല്ലേ? കണ്ട ഇതുകൊണ്ടാണ് പപ്പ അങ്ങോട്ട് കടക്കാത്ത. സമയം പോവാൻ നല്ല ഇതാണ്. 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോയി. നമ്മൾ ഇന്ന് വൈകുന്നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നാളെ ഒക്കെ പിണങ്ങിയിരിക്കും. ഓ പതുക്കെ പാമ്പ്. ഇവിടെ ഒന്നുമില്ല പാമ്പ്. പൂവായിട്ടില്ല. പണ്ട് നമുക്ക് ഗുജറാത്തിൽ എന്തോരം ഉണ്ടാവുമായിരുന്നു. ഇഷ്ടം പോലെ പൂവിട്ട് തുടങ്ങി ഇവിടെ. എവിടെ? അപ്പുറത്ത് ചക്ക. മറ്റേ ഓറഞ്ച് ചക്കയാ? ഒരു പച്ച ഇതല്ലേ നമ്മുടെ അവിടെ? സീതാഫല. സീതാഫലാണ് മമ്മി ആത്ത ചക്ക എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ അവിടുത്തെ പോലത്തെയാണോ? പച്ചയാണ് ഇത്. എടുക്കാൻ പറ്റൂന്നല്ലേ? പൂവിടുന്നുണ്ട് കണ്ടോ? അപ്പൊ ഉണ്ടാവുമല്ലോ. എങ്ങനെ അറിയണ പൂത്തൂന്നത്? ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു കൊല ഒരു ചൊട്ട പൊട്ടി. എന്തോരം തൂങ്ങി കിടക്കണ.
കണ്ടാ ഇത് എത്ര ചെറുതായിരുന്നു ഗൈസ് ഓർമ്മ, ഇത് എത്ര വലുതായി. ഇതെന്തിന്റെയാണ്? ഭിണ്ടി. ആ വെണ്ടയ്ക്ക ഗൈസ്. ഓക്കെ, ഇവിടെയും കൊണ്ടുവച്ചല്ലോ ഒരെണ്ണം. വെണ്ടയ്ക്ക. അപ്പൊ നമ്മുടെ പേരൊക്കെ തായ്ലാൻഡ് ഗോവ, തായ് ഗോവ. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടായ ഇതിനകത്ത് 10 കായ ഉണ്ടായിട്ട് എല്ലാം കൊഴിഞ്ഞു പോയി. ഓ റോസസ് കണ്ടോ, ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ നാരങ്ങ പോയി. ചൈനീസ് ആരെ വെച്ച് കോവളം. ആ ബേൽപത്ര ഉണ്ട്. ഇത് ബോധ അച്ചി പാത്തെ. ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവട്ടെ പപ്പ, നല്ലൊരു ഫ്രൂട്ടാണത്. കൂളിങ് തന്നെ, ബോഡിക്ക് കൂളിങ്. ആ അതന്നെ. ഇത് കുരുമുളക്. അകത്ത് കണ്ടില്ലേ പപ്പ? കണ്ട കുരുമുളക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പൂത്ത കായാണ് പിടിച്ചത്. അത് ഇത്തവണത്തെ പുതിയ കായാണ് ഈ പൂക്കണത്. ഇത് നമ്മൾ എടുക്കുമ്പോ ഇത് ബ്ലാക്ക് ആവും അല്ലേ? ചുമന്ന് കഴിയുമ്പോ നമ്മളിത് പൊട്ടിച്ചെടുക്കും. റെഡ് ആവും. എന്നിട്ട് ഉണക്കും. എന്നിട്ട് ഉണക്കി കഴിയുമ്പോ ബ്ലാക്ക് ആവും. വള്ളി പോലെ പോവില്ല, ഇങ്ങനെ നിക്കും. ഇങ്ങനെ ഇത്രയും തന്നെ ഇതുമ്മ തന്നെ കടന്ന് പടരും. നെല്ലിക്ക കഴിഞ്ഞ അവിടെ ഉണ്ടായില്ലായിരുന്ന കൊറേ. അവിടത്തെ നമ്മുടെ കേസറില്ലേ, അതാണ് അവിടത്തെ കേസർ. ഇത് വളർന്ന് അടിപൊളി മാങ്ങ തരും. ഇവിടെ തന്നെ വളരും. ഹായ് ഇങ്ങനെ പറിക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നത്? നോ, ഒരു കൂട്. റാണി, നമ്മുടെ റാണി ഇവിടെ ചാടി അങ്ങോട്ട്. റാണി ബംഗ്ലോസ്. ഓറഞ്ചാ റിയൽ. ഓക്കെ. ഓ അലോവേര. അലോവേര. മറ്റേ സാധനം പനിക്കുറുക്ക. ഇത് പിച്ചുമ്പോ സ്മെല്ല് വരും. ഇതാരാണ്? ആ വെള്ള പൂവാണോ? നല്ലോണം ഉണ്ടാവണോട്ടാ, നല്ലോണം ഉണ്ടാവണോട്ടാ. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? മിവി 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 മിവി. ഇതുപോലത്തെ കൊറേ മിവി ഉണ്ട് ഇപ്പൊ, മോളിലും ഉണ്ട് കേട്ടാ. ഒരു അമ്മൂമ്മ ഉണ്ട് ഗൈസ്. അമ്മൂമ്മ പറഞ്ഞിട്ട് പോയി, വാവ് വാട്ട്സ് ദാറ്റ്സ് സോ ഗുഡ്. എത്ര നല്ല പപ്പയ മരോ. ഡും. നെക്സ്റ്റ് ഡേ അത് വീണു പോയി. ആൻഡ് ഷിയാന, നമ്മുടെ മമ്മൻ, യെസ്, ആ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ. ഇപ്പൊ നമ്മള് കണ്ടില്ല അവിടത്തെ ഫുൾ കൃഷി കണ്ടു. നമ്മൾ ചോറുണ്ടോ? ചോറുണ്ടോ? മമ്മി പാത്രം കണ്ടപ്പോഴേ, കാരണം ഞാനവിടെ ഇപ്പൊ മനസ്സിലായ ഞാൻ അവിടെ ഒരു നേരം അല്ലെങ്കിൽ 2 ദിവസം നമുക്കില്ലേ ഇന്നലത്തെ ഇരിപ്പുണ്ട് ഗൈസ്. വിഷുവിന്റെ കറികളും എല്ലാം ഉണ്ട്. അപ്പൊ ലുക്ക് അറ്റ് മൈ കോൾസ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എനിക്ക് തലയിൽ വേർപ്പത്തിരി ഇതായിട്ട് നമുക്ക് കൂൾ ഡൗൺ ആവും, അല്ലെങ്കിൽ നീര് തലവേദന എക്സെട്ര എക്സെട്ര. പപ്പ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. ഇത് ചെയ്തോണ്ടിരിക്കട്ടാ കൃഷി. നല്ല നല്ല വെജിറ്റബിൾസ്. ക്യോ? കോയി ബാത്തനെ. അതെന്താ നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ? അച്ഛാ, വി ഹാവ് ഫോർ ലഞ്ച്. ഓ മൈ ഗോഡ്, വീണ്ടും സദ്യ. മൈ ഗോഡ് ഗൈസ്, ഇവിടെ വിഷു കഴിഞ്ഞിട്ടില്ല കേട്ടോ. വി ആർ ഇൻ സ്റ്റിൽ വിഷു മോഡ്. സെക്കൻഡ് വിഷു. എല്ലാ വീട്ടിലും ബാക്കി വരും. ആരെവിടെ പൊട്ടിയാക്കണേ ഗൈസ്? 1 കിലോ കൂതി വീണ്ടും തിരിച്ചു പോയിട്ട് വേണം പെടാപ്പാട് പെടാൻ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമ്മൾ കഴിക്കും. പ്ലേറ്റ് ഇല്ല, നമ്മന്റെ പ്ലേറ്റ് എടുക്കാം നമുക്ക്. ഓ, പ്ലേറ്റ് ആവശ്യമില്ല, ഞാൻ മറന്നുപോയി, ഇൻസ്റ്റന്റ്ലി മറന്നുപോയി ഗൈസ്. ഇപ്പൊ ജസ്റ്റ് അവിടെ ഇല വച്ചല്ലേ ഉള്ളൂ, ഞാൻ മറന്നുപോയി. നമുക്ക് പായസം ഫ്രീസറിൽ വെച്ച് ഐസ്ക്രീം ആക്കിയാലോ? അതെന്താ വേണ്ടാത്തെ?
അതെന്താ പായസം ഐസ്ക്രീം കഴിച്ചാ? ചൂടാക്കി കഴിക്കണം. ഐസ്ക്രീം എന്തിനുള്ള? നോ, എനിക്ക് ചൂട് വേണ്ട, എനിക്ക് തണ്ട കൂൾ മതി. ഇന്നത്തോടെ നമ്മളെ കറികൾ തീരോ? നോക്കട്ടെ, നാളത്തേക്ക് എന്തെങ്കിലും കാണും. Oh my goodness. यहाँ पे रखना मम्मी, लेना हो तो ले लूंगी मैं. വേണോ? Bye. ഞാൻ എടുത്തോണ്ട് വരും. Pink curry. Bon appetit. ആൻഷ്യന ഗായ്സ്, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ മാത്രമേ നേരമുള്ളൂ, എഡിറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കുമല്ലോ, കാരണം കുറേ നേരം പിടിക്കും. സോ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും, അതാണ് എൻ്റെ പണി. സോ എഡിറ്റിംഗ് നമുക്ക് പിന്നൊക്കെ ചെയ്യുന്ന സമാധാനമായിട്ട് പോസ്റ്റ് ചെയ്യാം. സോ വ്ളോഗ് ഇച്ചിരി ലേറ്റ് വരും, ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയിങ് ഇറ്റ്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്ഥലത്ത് പോകുന്നുണ്ട്, അപ്പോൾ അതുവരെ ഞാൻ കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്തിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും എഡിറ്റിംഗ്. ഓക്കെ, ബിക്കോസ് മമ്മിയും പപ്പയും ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്, ആഫ്റ്റർനൂൺ നാപ്പ് ടൈമാണ്. So I can do my work later that same evening. Okay guys, നമ്മൾ ടാറ്റ പോവാണ്. Finally there is my stool. ആനക്കോട്ട പോകണ് guys, let's go. ഇന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 5 മിനിറ്റിൽ റെഡി ആയിട്ടില്ല. വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടോ, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചലാന് റെഡി ആവാം. ഓം നമഃ ശിവായ. Let's go. റാണി, വലിയ റാണി. ആൻഡ് ഹിയർ ഇസ് ദ റിയൽ റാണി. ഓരോക്കെ കോങ്ങണത് ഇവിടെ. ആരാണ് ഇവരെയൊക്കെ വിളിച്ചിട്ട്? ക്യൂറ്റി പൈ നുണ്ണു അയ്യോ കുളിപ്പിക്കണ് ക്യൂറ്റി പൈനെ. ഓലെ തുമ്പത്തിരുന്നു ഉയ്യലാടും ചെല്ല പൈകിലി. ഇത് പാല് ഗോപാലന് എന്നെ തേപ്പിക്കുമ്പോ പാടി ആരെവിടെ ആടനെ. ഇതെല്ലാരും ഫുഡ് കഴിക്കുന്ന ഇവിടെ. ആരെവിടെ ഫുഡ് കഴിക്കുന്ന? പൊത്തൊക്കെ തൊത്തിട്ട് മമ്മം കഴിക്കാൻ കൊടുക്കുന്നു. കണ്ട ഗൈസ്, അകത്തെ ആൾക്കാര് കാട്ടാന. ആടുകാനെ ആടാട് ആന. പാവം വീട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്നാ പിടിച്ചു. ഉണ്ട് ഗൈസ്, ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊക്കെ ഇവിടെ കാണിരുന്നു, ഇപ്പൊ വളരെ കുറവായി. എന്നാലും ഉണ്ട് അത്യാവശ്യമായിട്ടാ, ഇല്ലാന്നൊന്നുമില്ല. പിന്നെ ആ സൈഡ് കാട് ഭാഗത്തൊക്കെ വലിയ ആനയുണ്ട്. നമ്മൾ ഇത്ര വരെയൊക്കെ കണ്ട ക്യൂട്ടി ക്യൂട്ടി ചോട്ടു ചോട്ടു ടൂറിട്ടു ആനകൾ. ജാനാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ, നമുക്ക് ഒറ്റടി കൊടുത്താലേ പറയാം. ജാൻ അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കണത്. നമുക്ക് ഡൈപ്പേഴ്സൊക്കെ ഇടിച്ചാലോ. ക്യൂട്ടി പൈനെ നമുക്കൊരു ടിഷ് കൊടുക്കാം. ടിഷ് ബാബുറ്റി കണ്ണന്മാര്. ആ കത്തേനെ നമുക്ക് കാണാൻ സമ്മതിച്ചില്ല അല്ലേ. ഏതാ ഇങ്ങോട്ട് കോക്കിയാടി കള്ളി, ഇങ്ങോട്ട് കോക്കിയാടി കള്ളി, കടിക്കും ഞാൻ. ഇനി നമ്മ പോടൂ കടൽ. യെസ് ഗൈസ്, നമ്മൾ ബീച്ച് കാണാൻ പോടും. കുറെ നേരം ഉറങ്ങാം നമുക്ക്, അപ്പോഴത്തേക്ക് എത്തും ബീച്ച്. പർപ്പിൾ വണ്ടി, ഇത് നമ്മന്റെ സ്വന്തമാ. ലെറ്റ്സ് ഗോ ടു ബീച്ച്. അവിടെ മേള കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ദൂരെ നോക്കി കണ്ട. അത് പാർക്കിംഗ് ആയിരുന്നെങ്കിൽ പോവായിരുന്നു നമുക്ക്. സൂര്യനെ ഇവിടെ എത്തിയിട്ടുള്ളൂ. നോനി ടൈം. Wow, so cool. Nice.
ഗോ കൈകാലം വിറക്കണപ്പാ. കണ്ട എന്റെ കോലം, നല്ല പ്രാണം പോയി. 2 വാവകളെ നമുക്ക് ആ ട്രെയിനിൽ ഇരുത്താൻ വേണമെങ്കിൽ. കണ്ട ഇതിനെന്തുട്ടാ പറയാ, ജയന്റ് ബിയർ. ആ ജയന്റ് enjoyed a lot. Let's go back to home. മൾട്ടിപ്പിൾ ടൈംസ് ചലാൻ കട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇപ്പൊ നല്ല 2 ആൾക്കാർ നല്ല ആൾക്കാരെ ഇപ്പൊ. മെയിൻ ക്യാരക്ടർ വൈബ്. ഉണ്ണി ദേമേ എനിക്ക് പറഞ്ഞ കൊച്ചി. നിങ്ങളെ മണത്തോ കേൾക്കുന്ന, നിങ്ങളെ മണത്തോ. നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് അറ്റാക്ക് ചെയ്യാം. My God, guys, ഞാൻ എന്തൊരു വിശപ്പില. बहुत भूख लगी मेरे को. നമ്മൾ ഇന്ന് പറിച്ചോണ്ട് വന്ന ഓർമ്മേന്റോ ഈ മുഖം. യെസ്, നമ്മൾ കറി വെച്ചു. സോ ഗുഡ്. ഇവിടെ അവിയിലും കൂടെ ഉണ്ട്. നമുക്ക് മാമിയുടെ ഉരുളയൊക്കെ മേടിക്കാം. ഓക്കെ, വേർ ഈസ് ചപ്പാത്തി? ചപ്പാത്തി 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 കൊണ്ടുപോരാം. പപ്പ ഉണ്ടാക്കിയ സ്പെഷ്യൽ കറിയാണ് ഗൈസ്. പണ്ട് ഞാൻ സ്കൂളിൽ കറി കൊണ്ടുപോകുമ്പോ എൻ്റെ ഫ്രണ്ട്സ്, ഓ മൈ ഗോഡ്, അവര് മാഡ് ആവും. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടം, അവൾ ക്രേസിയാണ് ഈ ഒരു കറിക്ക് വേണ്ടിട്ട്. എന്ത് ചെയ്യണം പപ്പ? ക്യോ? ഞാൻ ഒന്നും ചെയ്തില്ല, അനക്കാണ്ട് ഇങ്ങനെ ഷേക്കുന്നത്. ഓക്കെ, ആ ഷേക്ക് ചെയ്തോ. बढ़िया है ना, बहुत भूख लग रही है ना. എടുക്ക് പപ്പ, പപ്പ എടുക്ക്, പപ്പ എടുക്ക്. അത് മതിയോ? എന്ത് പറ്റി? 3 റൊട്ടി ഉണ്ട്, ഒരു പൊറോട്ട ഉണ്ട്. എനിക്ക് ഒരു പൊറോട്ട മതി. ഒരു പൊറോട്ട മതി പപ്പ. ആ ठीक है. മാമിക്ക് പൊറോട്ട വേണ? മാമിക്ക് പൊറോട്ട വേണ? തരൂല. ഏ ഗൈസ്, വീറ്റ് പൊറോട്ട. നമുക്ക് ഉടനെ ഇത് മതി. സ്മെൽ സോ ഗുഡ്. ഇത്ര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ ഇത് തന്നെയാണ് കഴിക്കുക വിത്ത് മൈ സോയ ചങ്ക്സ്. ഐ ലവ് ലോട്ട്സ് ഓഫ് വെജീസ്. ഐ എം എ വെജി പഗ്ലു. ബോൺ അപ്പറ്റീറ്റ്. ബോൺ അപ്പറ്റീറ്റ്. ബോൺ അപ്പറ്റീറ്റ്. അറിയാം. ഞാൻ എന്തൊരു സ്ലിം ബ്യൂട്ടി ആയി വന്നാൽ ഞാൻ പൊണ്ണിയായി തിരിച്ചു പോകും. അല്ല, അത് മാത്രമല്ല, കഷ്ണങ്ങൾ കുറെ വേണം. ഇഷ്ടം പോലെ ഈ സഞ്ജിനകത്ത് എന്തെന്നറിയോ? ഇതിനകത്ത് കുറെ ഇങ്ങനെ ചപ്പി ചപ്പി കുടിക്കണം. മമ്മി ഇവിടെ വാഷ് ബേസിൻ സ്വിമ്മിംഗ് പൂളായല്ലേ.